Hello everyone, today we have to discuss line broadening mechanism. നമ്മൾ ലേസേഴ്സിൽ എന്താ പറഞ്ഞത് E1 E2 പറഞ്ഞിട്ടുള്ള രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. ഈ രണ്ട് എനർജി ലെവൽസിൻ്റെ ഇടയിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ആറ്റം എന്ത് ചെയ്യാണ്, ഈ എനർജി ലെവലിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്തുണ്ടാകും, ഫോട്ടോണ് എമിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ഒരിക്കലും മോണോക്രോമാറ്റിക് അല്ല. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലൈൻ ബ്രോഡനിങ് എന്ന് പറയാം. ഈ ലൈൻ ബ്രോഡനിങ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ജി ഓഫ് ഒമേഗ വെച്ചിട്ടാണ്. ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മളിങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂടിയുള്ള ഒരു ഗ്രാഫ് വരക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കർവ് വരക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർവ് ഏത് ഷേപ്പിലാണ് വരിക, ഗോഷ്യൻ കർവ്, അതല്ലെങ്കിൽ ബെൽ ഷേപ്പ് കർവാണ് നമുക്ക് കിട്ടുക. അതായത് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്നുള്ളത് ഒരു സിംഗിൾ ഫ്രീക്വൻസി ലൈറ്റ് അല്ല, ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഡി ഒമേഗ അല്ലെങ്കിൽ ഡി ന്യൂവിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മാക്സിമം ഇൻറ്റൻസിറ്റി വരിക എവിടെയായിരിക്കും, ന്യൂ സീറോ അല്ലെങ്കിൽ ഒമേഗ സീറോയിലാണ് വരിക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് പ്രോപ്പർട്ടി വെച്ചാൽ നമ്മൾ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 1. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, E1 E2 പറഞ്ഞിട്ടുള്ള രണ്ട് എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റിയാണ് അവിടെ നിന്ന് നമുക്ക് തരുന്നത്. സോ അങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്രീക്വൻസീസ് എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എങ്ങനെയായിരിക്കും, ഒമേഗൻ്റെയും ഒമേഗ പ്ലസ് ഡി ഒമേഗ ഫ്രീക്വൻസീൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസീസാണ് എന്ത് ചെയ്യുക, എമിറ്റ് ചെയ്യുക. അതല്ലാതെ ഒരു സിംഗിൾ ഫ്രീക്വൻസി അല്ല നമുക്ക് കിട്ടുക. സോ നമ്മൾ പറഞ്ഞു അങ്ങനെ ഫോട്ടോൺസ് നമുക്ക് കിട്ടും. ഈ ഫോട്ടോണിൻ്റെ എനർജി അപ്പോൾ എന്തായിരിക്കും, എച്ച് ന്യൂ ഓർ എച്ച് ന്യൂ പ്ലസ് ഡി ന്യൂ പറഞ്ഞിട്ടുള്ള എനർജിയുടെ ഇടയിലുള്ള ഫോട്ടോൺസാണ് നമുക്ക് കിട്ടുക. അല്ലാതെ എച്ച് ന്യൂ എനർജിയുള്ള ഫോട്ടോണല്ല നമുക്ക് കിട്ടുക, ഈ രണ്ട് എനർജീൻ്റെ ഇടയിലുള്ള ഫോട്ടോൺസാണ് നമുക്ക് കിട്ടുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് ബ്രോഡനിങ് ആൻഡ് ഇൻഹോമോജീനിയസ് ബ്രോഡനിങ്. ഫസ്റ്റ് വൺ ഏതാണ്, ഹോമോജീനിയസ് ബ്രോഡനിങ്. ഹോമോജീനിയസ് ബ്രോഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മളൊരു കളക്ഷൻ ഓഫ് ആറ്റംസ് എടുക്കുകയാണ്. ഈ കളക്ഷൻ ഓഫ് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിലും ഈ ബ്രോഡനിങ് മെക്കാനിസം എഫക്റ്റ് ചെയ്യുന്നത് സെയിം എക്സ്റ്റെൻറ്റിലായിരിക്കും. അങ്ങനത്തെ ബ്രോഡനിങ്ങിനെയാണ് എന്തെന്ന് പറയുക, ഹോമോജീനിയസ് ബ്രോഡനിങ് പറയും. ഹോമോജീനിയസ് ബ്രോഡനിങ്ങിന് രണ്ട് എക്സാമ്പിൾസ് ആണുള്ളത്, നാച്ചുറൽ ബ്രോഡനിങ് ആൻഡ് കൊളീഷൻ ബ്രോഡനിങ്. ഇപ്പോൾ ഈ ഹോമോജീനിയസ് ബ്രോഡനിങ്ങിന് ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, റേഡിയേഷൻ ഫ്രീക്വൻസി എന്നുള്ളത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെയും റേഡിയേഷൻ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സെൻട്രൽ ഫ്രീക്വൻസി ന്യൂ സീറോ സെയിം ആയിരിക്കും. ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ജി ഓഫ് ഒമേഗ സെയിം ആയിരിക്കും. അങ്ങനെ ഒരു കളക്ഷൻ ഓഫ് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനത്തെ ബ്രോഡനിങ്ങിനെയാണ് ഹോമോജീനിയസ് ബ്രോഡനിങ് എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ അത് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാ പ്രോപ്പർട്ടിയും സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്, ഇൻഹോമോജീനിയസ് ബ്രോഡനിങ്. ഇൻഹോമോജീനിയസ് ബ്രോഡനിങ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പിന് എഫക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നേരത്തെ എന്തായിരുന്നു, ഓരോന്നിനും എഫക്റ്റ് ചെയ്യുന്നത് സെയിം എക്സ്റ്റെൻറ്റിലാണെങ്കിൽ ഇവിടെ അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ അതിൻ്റെയൊക്കെ സെൻട്രൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും, ലൈൻ ഷേപ്പ് ഫംഗ്ഷനിലൊക്കെ എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനത്തെ ബ്രോഡനിങ്ങിനെയാണ് എന്തെന്ന് പറയുക, ഇൻഹോമോജീനിയസ് ബ്രോഡനിങ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ഏതാണ്, ഡോപ്ലർ ബ്രോഡനിങ്. ഇനി ഇതിൽ ഓരോ ബ്രോഡനിങ് മെക്കാനിസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്, നാച്ചുറൽ ബ്രോഡനിങ് ആണ്. ഇന്ന് നമുക്ക് നാച്ചുറൽ ബ്രോഡനിങ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നാച്ചുറൽ ബ്രോഡനിങ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനർജി ലെവൽസിൻ്റെ അൺസർട്ടനിറ്റി കാരണമാണ്. നമുക്കറിയാം എനർജി ലെവൽസിൻ്റെ അൺസർട്ടനിറ്റി എന്താണ്, ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു h/2 ആണ്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി കാരണമാണ് എന്തുണ്ടാകുന്നത്, നാച്ചുറൽ ബ്രോഡനിങ് ഉണ്ടാകുന്നത്.
നമ്മളൊരു ആറ്റം എന്ത് ചെയ്യുകയാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊളീഷനോ തെർമൽ മോഷനോ ഒന്നും നടക്കുന്നില്ലെങ്കിലും അവിടെ അങ്ങനെ എന്ത് നടക്കും, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ ലൈഫ് ടൈം എന്നുള്ളത് ഫൈനൈറ്റ് ആണ്. ഡെൽറ്റ ടി എന്താണ്, ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. അതായത് ഡെൽറ്റ ഇ എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഡെൽറ്റ ഇ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഡെൽറ്റ ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡെൽറ്റ ടി എന്ത് വരും, ഇൻഫിനിറ്റി വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഡെൽറ്റ ടി എന്നുള്ളത് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ഇ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കറിയാം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എന്താണ്, എച്ച് ഡെൽറ്റ ന്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ന്യൂ ഫൈനൈറ്റ് ആണെന്ന് പറയാം. ഇതിനെയാണ് എന്തെന്ന് പറയാം, നാച്ചുറൽ ബ്രോഡനിങ് എന്ന് പറയാം. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ആറ്റം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, dN2/dt ഈസ് ഈക്വൽ ടു -A21N2. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് സെക്ഷനിലൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രണ്ട് എനർജി ലെവൽസിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി റിലീസിനുള്ള ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം, h⁻⍵0 ഈസ് ഈക്വൽ ടു E2 - E1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻസ് ആണ്. സോ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്തെഴുതാം, ഇൻറ്റൻസിറ്റി അതല്ലെങ്കിൽ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം പെർ വോളിയം എഴുതാം. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് W(T) എന്നാണ്. സോ W(T) ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസില്ല, നമ്മൾ മോഡാണ് എടുക്കുന്നത്. മോഡ് dN2/dt ഇൻറ്റു h⁻⍵0 ആണ് വരിക. അതായത് എന്ത് വരും, A21 ഇൻറ്റു h⁻⍵0. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 1 നമുക്ക് dN2/N2 എഴുതാം. ഇക്വേഷൻ 1 dN2/dt ആയിരുന്നു. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, dN2/N2 കിട്ടും. സോ dN2/N2 ഈസ് ഈക്വൽ ടു എന്ത് വരും, -A21dt. ഇതിനെന്ത് ചെയ്യുക, 0 to t ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, dN2/N2ൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും, log N2 എന്ന് വരും. log N2 ലിമിറ്റ് എന്ത് കൊടുക്കുക, N2(T)യും N2(0)യും കൊടുക്കുക, is equal to -A21T + C എന്ന് വരും. അതായത് log N2/N2(T)/N2(0) is equal to -A21T എന്ന് വരും. നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. സോ N2(T) is equal to എന്തെന്ന് എഴുതാം, N2(0) e⁻⁻A21T എന്ന് എഴുതാം. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2ൽ എന്തുണ്ടായിരുന്നു, N2 ഉണ്ടായിരുന്നു. ഈ N2ൻ്റെ സ്ഥാനത്ത് ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് W(T) എന്തെഴുതാം, A21 N2(0) e⁻⁻A21T h⁻⍵0. അതല്ലെങ്കിൽ എന്തെന്ന് എഴുതാം, A21 h⁻⍵0 N2(0) e⁻⁻A21T എന്ന് വരും. പിന്നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൊടുക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്പോണ്ടേനിയസ് എമിറ്റഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്തിട്ടുള്ള റേഡിയേഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടി ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്കറിയാം ഇൻറ്റൻസിറ്റി എന്നുള്ളത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ നമുക്ക് എന്ത് എഴുതാം, I ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു E സ്ക്വയർ. അതായത് E ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു I⁻²² എന്ന് എഴുതാം. ഐനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചു. എന്തായിരുന്നു, A21 h⁻⍵0 N2(0) e⁻⁻A21T എന്നാണ് ഇക്വേഷൻ നമ്പർ 4 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന് നമുക്ക് E ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം, A21 h⁻⍵0 N2(0) e⁻⁻A21T (1/2) എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ N2(0) കോൺസ്റ്റൻ്റ് ആണ്, A21 കോൺസ്റ്റൻ്റ് ആണ്, h⁻⍵0 കോൺസ്റ്റൻ്റ് ആണ്, ω0 കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഓൺലി വേരിയബിൾ ആയിട്ട് വരുന്നത് എന്താണ്, e⁻⁻A21T പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടർ മാത്രമാണ്. സോ ഇവിടുന്ന് നമുക്ക് എന്തെന്ന് എഴുതാം, E ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e⁻⁻A21T/2 എന്ന് എഴുതാം. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു സിനുസോയിഡൽ വേവ് ആണെങ്കിൽ നമുക്ക് E(T) എങ്ങനെ എഴുതാം, E(T) ഈസ് ഈക്വൽ ടു E0 e⁻⁻0t e⁻⁻A21T/2 എന്ന് എഴുതാം. എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ആംപ്ലിറ്റ്യൂഡ് അവിടെ കൊടുക്കുക ചെയ്തത്.
സോ ഇവിടുന്ന് നമുക്ക് A21ന് 1/tau SP എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? E of t is equal to E0 e raised to I omega 0t e raised to minus t by 2 tau SP എന്ന് വരും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൊടുക്കുക. ഇതാണ് എന്ത്, സ്പോണ്ടേനിയസ് റേഡിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്, എക്സ്പോണൻഷ്യലി ആണ് ഡിക്രീസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഇക്വേഷന്. സോ ഇവിടുന്ന് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് അതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി സ്പെക്ട്രത്തിനുള്ള ഇക്വേഷൻ എടുക്കുക. ഫോറിയർ ട്രാൻസ്ഫോം അനുസരിച്ചിട്ട് E of omega എന്താണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി E of t e raised to I omega t dt ആണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 6ൽ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത, അതായത് ഇക്വേഷൻ 5ൽ എന്താണ്, E of t ആണ്. E of t എന്ത് ചെയ്യുക, 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ E of omega എന്ത് വരും, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി E0 e raised to I omega 0 minus omega t e raised to minus 2t divided by 2 tau SP dt എന്ന് വരും. നമ്മൾ ഈ എക്സ്പോണൻഷ്യലൊക്കെ എന്താണ്, ടീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒന്നാക്കി എഴുതി. E0 കോൺസ്റ്റൻ്റ് ആണ്, അത് എന്ത് ചെയ്തു, ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുത്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും, E0 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to I omega 0 minus omega minus 1/2 tau SP ഇൻറ്റു ടി എന്ന് വരും, ഇൻറ്റു ഡി ടി. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, E0 e raised to I omega 0 minus omega minus 1/2 tau SP into t divided by I omega 0 minus omega minus 1/2 tau SP. ഇവിടെ ലിമിറ്റ് എന്താണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ ടി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് ടി എപ്പോഴും വരിക. സോ ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എന്താക്കിയിട്ട് മാറ്റാം, 0 ടു ഇൻഫിനിറ്റി ആക്കി മാറ്റാം. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, 0 ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ E of omega എന്തായിട്ട് വരും, പുറത്ത് എന്തുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, E0 ഡിവൈഡഡ് ബൈ I omega 0 minus omega minus 1/2 tau SP. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ എക്സ്പോണൻഷ്യൽ ടേമിനാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ടേമിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും, e raised to I ഇൻഫിനിറ്റി e raised to മൈനസ് ഇൻഫിനിറ്റി മൈനസ്, പിന്നെ 0 കൊടുക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ റേസ് ടു 0 എന്താ വരിക, 1 ആണ് വരിക. സോ 1 എന്ന് വരും. e raised to മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം എന്തായിരിക്കും, 0 ആയിട്ട് പോകും. പിന്നെ എന്താണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തേ വരുള്ളൂ, -1 വരുള്ളൂ. സോ E of omega എന്ത് കിട്ടും, മൈനസ് E0 ഡിവൈഡഡ് ബൈ I omega 0 minus omega minus 1/2 tau SP എന്ന് വരും. അതായത് എന്താണ്, E of omega is equal to E0 by 1/2 tau SP മൈനസ് I omega 0 മൈനസ് ഒമേഗ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് E of omega കിട്ടി. നമ്മൾ പറഞ്ഞു ഇൻറ്റൻസിറ്റി എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലാണ്, സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലാണ്. സോ ഇവിടുന്ന് നമുക്ക് I of omega എഴുതാം. I of omega is directly proportional to എന്താണ്, E of omega സ്ക്വയർ. സോ ഇതിന് സ്ക്വയർ ചെയ്താൽ നമുക്ക് I of omega കിട്ടും. അങ്ങനെ ഇക്വേഷൻ എഴുതി, I of omega is directly proportional to E0 square divided by 1/2 tau SP plus I omega minus omega 0 all square എന്ന് വരും. നമുക്കറിയാം A plus IB all square എന്താണ്, A square plus B square ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുക, സ്ക്വയർ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, I of omega is directly proportional to E0 square divided by 1/4 tau SP square plus omega minus omega 0 all square എന്ന് വരും. നമ്മൾ പറഞ്ഞു ഇൻറ്റൻസിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ലാൻഡ്ഷേപ്പ് ഫംഗ്ഷൻ G of omega വെച്ചിട്ടാണ്. സോ I of omega is directly proportional to G of omega ആയിരിക്കും. സോ ഇവിടുന്ന് നമുക്ക് എന്തെന്ന് എഴുതാം, G of omega is directly proportional to E0 square by 1/4 tau SP square plus omega minus omega 0 all square എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, C കൊടുക്കുക. അപ്പോൾ G of omega is equal to എന്തെന്ന് വരും, C E0 square divided by 1/4 tau SP square പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിൽ E0 സ്ക്വയറും ഒരു കോൺസ്റ്റൻ്റ് ആണ്, സിയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റിനെയും കൂടി നമ്മൾ എന്തെന്ന് എഴുതി, K എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് K ഇവാലുവേറ്റ് ചെയ്യാണ്. സോ ഇവിടെയാണ് നമ്മൾ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള
ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ജി ഓഫ് ഒമേഗ എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കെ ബൈ 1/4 ടോ എസ് പി സ്ക്വയർ പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 1. അതിന് നമ്മൾ കെ പുറത്തെടുത്തു. എന്നിട്ട് എങ്ങനെ എഴുതാം, കെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ടോ എസ് പി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഉപയോഗിക്കുകയാണ്. അതായത് ഇത് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് 6/a. അതേ ഫോമിലാണ് നമ്മൾ ഈ ഇൻ്റഗ്രലും വന്നിട്ടുള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, ഒമേഗ മൈനസ് ഒമേഗ 0 വന്നു. എയുടെ സ്ഥാനത്ത് എന്താണ്, 1/2 ടോ എസ് പി ആണ്. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഇൻ്റഗ്രലിന് നമുക്ക് എങ്ങനെ എഴുതാം, കെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ഒമേഗ ബൈ ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ടോ എസ് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, കെ ഇൻറ്റു 1/a. 1/a എന്ന് വരുമ്പോൾ എന്ത് വരും, 1/1/2 ടോ എസ് പി, അതായത് 2 ടോ എസ് പി. അപ്പോൾ കെ 2 ടോ എസ് പി ടാൻ ഇൻവേഴ്സ് x/a. x/a വരുമ്പോൾ എന്ത് വരും, ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ 1/2 ടോ എസ് പി. അതായത് ടാൻ ഇൻവേഴ്സ് എന്ത് വരും, 2 ടോ എസ് പി ഒമേഗ മൈനസ് ഒമേഗ 0. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്താണ്, π/2 ആണ്. ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി എന്താണ്, മൈനസ് π/2 ആണ്. സോ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് വരും, 2k ടോ എസ് പി ഇൻറ്റു π/2 പ്ലസ് π/2. π/2 പ്ലസ് π/2 എന്താണ്, പൈ ആണ്. അപ്പോൾ എന്ത് വരും, 2πk ടോ എസ് പി ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ അവിടുന്ന് നമുക്ക് കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 1/2π ടോ എസ് പി എന്ന് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 8 കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഈ കെയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ജി ഓഫ് ഒമേഗയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ജി ഓഫ് ഒമേഗ എന്താകും, 1/2π ടോ എസ് പി ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1/4 ടോ എസ് പി സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, 1/2π ടോ എസ് പി ഇൻറ്റു 4 ടോ എസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ടോ എസ് പി സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ അവിടെ ഒരു 2 വരും. ഒരു ടോ എസ് പിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, ജി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 ടോ എസ് പി ബൈ പൈ ഡിവൈഡഡ് ബൈ 4 ടോ എസ് പി സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ജി ഓഫ് ഒമേഗയും വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക ലോറൻസിയനാണ് കിട്ടുക. നമ്മൾ പറഞ്ഞിരുന്നത് ജി ഓഫ് ഒമേഗ എന്താണ്, പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ബെൽ ഷേപ്പ് അല്ലെങ്കിൽ ഗോഷ്യനാണ് കിട്ടുക. പക്ഷേ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് ഏതാണ്, ലോറൻഷ്യനാണ് കിട്ടുന്നത്. സോ ഈ ഫംഗ്ഷൻ എന്താണ്, ലോറൻഷ്യൻ ആണ്. ഏത്, നാച്ചുറൽ ബ്രോഡനിങ്ങിൻ്റെ ജി ഓഫ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്തായിട്ടാണ് കിട്ടുന്നത്, ലോറൻഷ്യൻ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഹാഫ് മാക്സിമാണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ജി ഓഫ് ഒമേഗ എപ്പോഴാണ് മാക്സിമം ആവുക, ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 ആകുമ്പോഴാണ് മാക്സിമം ആവുക. സോ അത് മാക്സിമത്തിൽ ജി ഓഫ് ഒമേഗ എന്തെന്ന് എഴുതാം, 2 ടോ എസ് പി ബൈ പൈ എന്ന് കിട്ടാം. കാരണം എന്താണ്, ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ജി ഓഫ് ഒമേഗ ഈക്വൽ ടു എന്താ വരിക, 2 ടോ എസ് പി ബൈ പൈ എന്ന് വരും. സോ ഹാഫ് മാക്സിമം ഓഫ് ജി ഓഫ് ഒമേഗ എന്താണ്, 1/2 ജി ഓഫ് ഒമേഗ മാക്സിമം ആണ്. അതായത് ഹാഫ് മാക്സിമം എന്താ കിട്ടുക, ടോ എസ് പി ബൈ പൈ. 2 ടോ എസ് പി ബൈ പൈ ഡിവൈഡഡ് ബൈ 2 വരും. 2 ക്യാൻസൽ ആയി പോയാൽ ടോ എസ് പി ബൈ പൈ എന്ന് വരും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 10 കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 9ഉമായിട്ട് ഇക്വേഷൻ നമ്പർ 10 കമ്പയർ ചെയ്യുക. അതായത് ജി ഓഫ് ഒമേഗയുമായിട്ട് ഈ ഹാഫ് മാക്സിമം ഓഫ് ജി ഓഫ് ഒമേഗ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/4 ടോ എസ് പി സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/2 ആണെന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെന്ന് എഴുതാം, 1 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4 ടോ എസ് പി സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 എഴുതാം.
അതായത് എന്തെന്ന് വരും 1 is equal to 2 tau sp square into omega minus omega 0 whole square plus 1/2 എന്ന് വരും. 1/2 എന്ത് ചെയ്യുക, എൽ എച്ച് എസ്ക്ക് കൊണ്ടുവരുമ്പോൾ 1 minus 1/2 is equal to 1/2 ആകും. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും, 1/2 is equal to 2 tau sp square into omega minus omega 0 whole square. അവിടെ നമുക്ക് ഒമേഗ മൈനസ് ഒമേഗ 0 ഹോൾ സ്ക്വയർ എന്ത് എന്ന് എഴുതാം, 1/4 tau sp സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഒമേഗ മൈനസ് ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 tau sp ആണ്. സോ ഫുൾ വിഡ്ത്ത് ഓഫ് ഹാഫ് മാക്സിമം എന്തെന്ന് എഴുതാം, 2 ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0. 2 ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 എന്താ കിട്ടുക, 1/tau sp. സോ എന്താണ്, ഫുൾ വിഡ്ത്ത് ഓഫ് ദ ഹാഫ് മാക്സിമം എത്രയാണ് വരുന്നത്, 1/tau sp ആണ് വരുന്നത്. ഏത് കേസിൽ, നാച്ചുറൽ ബ്രോഡനിങ്ങിൻ്റെ കേസിൽ 1/tau sp ആണ് വരുന്നത്. സോ ലെറ്റ് us wind up the